ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. ഈ കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. ജബി മേത്തറുടെ ചോദ്യത്തിന് പാർലമെന്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി നൽകിയ മറുപടിയാണ് PM ശ്രീ വീണ്ടും ചർച്ചയാകാൻ കാരണം. കഴിഞ്ഞ LDF സർക്കാർ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ പങ്കെടുത്തിട്ടില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. കൂടാതെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് PM ശ്രീയുടെ യാതൊരു ഫണ്ടും ലഭിച്ചില്ലെന്നും മറുപടിയിൽ പറയുന്നു. PM ശ്രീയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. PM ശ്രീയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ UDF തീരുമാനം. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന് UDF തീരുമാനിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാണകമാകാം. ഇന്നത്തെ കാലത്ത് എന്താണ് സംഘി ചാണകമുണ്ട്, കൊങ്ങി ചാണകമുണ്ട്. നമ്മളെല്ലാവരും ചാണകമാണ്. ചാണകമേ ഉലകം.